നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീവിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഇടതു മഹിളാ സംഘടനകൾക്ക് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ധാർമ്മികമായ അവകാശമില്ലെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP. ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഇടതു മഹിളാ സംഘടനകൾ സ്വീകരിച്ച നിലപാട് സ്ത്രീ സമൂഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമെന്നും ജെബി മേത്തർ. പാലക്കാട്ട് മഹിളാ കോൺഗ്രസ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം. ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തന മികവിന് ഇരിങ്ങാലക്കുട നിപ്മറിനെ തേടി ഐക്യരാഷ്ട്ര സംഘടനയുടെ കർമ്മസേന പുരസ്കാരം. പകർച്ചേതര വ്യാധികളുടെ നിയന്ത്രണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് UN അംഗീകാരമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു. കേരളത്തിന്റെ അഭിമാന സ്ഥാപനത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനങ്ങളിലാണ് സർക്കാരെന്നും മന്ത്രി. പാലക്കാട് നഗരത്തിലെ നിർഭയ കേന്ദ്രത്തിൽ നിന്ന് 3 പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ അന്വേഷണം വിപുലമാക്കി പോലീസ്. നിർഭയ കേന്ദ്രത്തിൽ നിന്ന് സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് 3 പെൺകുട്ടികൾ പുറത്തുചാടിയത് തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ. കാണാതായ കുട്ടികളിൽ പോക്സോ അതിജീവിതയും. മണ്ണൂർ പഞ്ചായത്ത് പരിധിയിലെ തരിശിട്ട നെൽവയലുകൾ പിടിച്ചെടുത്ത് കൃഷിയിറക്കുമെന്ന CPI. സമരം കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലെന്ന നേതാക്കൾ. സമരം ഏതെങ്കിലും വ്യക്തിക്കോ പാർട്ടിക്കോ എതിരല്ലെന്നും വിശദീകരണം. തൃത്താല മലമക്കാവിൽ നിർത്തിയിട്ട കാർ കത്തിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കാർ ഉടമയുടെ പരാതിയിൽ തൃത്താല പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിടിയിലായത് മലമക്കാവ് സ്വദേശി ജിതേഷ്. കാർ കത്തിച്ചത് തിങ്കളാഴ്ച അർദ്ധരാത്രി. പട്ടാമ്പി ആമയൂരിൽ KSRTC ബസ് ഇടിച്ച് പ്രഭാത സവാരിക്കിറങ്ങിയ വയോധികന് ദാരുണാന്ത്യം. മരിച്ചത് ആമയൂർ കമ്പനിപ്പറമ്പിൽ കുഞ്ഞൻ. മകനെ വിദേശത്തേക്ക് യാത്രയയക്കാൻ പോയ പിതാവ് കാർ ഓടിക്കുന്നതിനിടെ ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരിച്ചു. ദേശമംഗലം കറ്റവട്ടൂർ സ്വദേശിയായ മജീദിന് ഹൃദയസ്തംഭനമുണ്ടായത് കൊടകരയിൽ വെച്ച്. നഗരം കീഴടക്കി പുലിക്കൂട്ടം. നാലോണനാളിൽ തൃശൂരിൽ ആവേശത്തിന്റെ പുലിക്കളി. പുലിമടകളിൽ നിന്ന് ഇരമ്പിയാർത്തെത്തി ശക്തന്റെ നഗരിയെ ത്രസിപ്പിച്ചത് 7 സംഘങ്ങൾ. ഇത്തവണയും പെൺപുലികൾ ഇറങ്ങി. ചിതലിയിലെ ചേറുപാടത്ത് ആവേശത്തിന്റെ വിത്തെറിഞ്ഞ് മതസൌഹാർദ്ദ കാർഷിക കൂട്ടായ്മയുടെ കന്നുതെളി മത്സരം. പെരിങ്കുളം പൂട്ടുകണ്ടത്തിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്തത് 40-ലേറെ ടീമുകൾ. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും പങ്കാളിത്തം. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി വെള്ളറക്കാട് തോന്നല്ലൂർ പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ശ്രീജിത്ത് നമ്പൂതിരി മേൽശാന്തിയാകുന്നത് ഇതാദ്യം. 30-ന് അത്താഴപൂജയ്ക്ക് ശേഷം ചുമതലയേൽക്കും. കാലാവധി ഒക്ടോബർ 1 മുതൽ 6 മാസക്കാലം. വാർത്തകൾ വിശദമായി. സർക്കാരിന്റെ സ്ത്രീവിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഇടത് മഹിളാ സംഘടനകൾക്ക് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ധാർമ്മികമായ അവകാശമില്ലെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP. പാലക്കാട്ട് മഹിളാ കോൺഗ്രസ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജെബി മേത്തർ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ 4 വർഷം അടയിരുന്നിട്ടും പുറത്തുവിടാൻ അനുമതി ലഭിച്ച ഭാഗങ്ങൾ സർക്കാർ പുറത്തുവിടാതിരുന്നിട്ടും ഇടത് മഹിളാ സംഘടനകൾ മൗനം പാലിക്കുന്നത് സ്ത്രീ സമൂഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും ജെബി മേത്തർ കുറ്റപ്പെടുത്തി. മുമ്പെങ്ങുമില്ലാത്ത വിധമാണ് കേരളത്തിൽ സ്ത്രീകൾ അവഹേളിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നത്. സ്ത്രീപക്ഷ നിലപാട് പറയുന്ന സർക്കാരാണ് 4 വർഷം നടപടിയെടുക്കാതെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്. കേരളത്തിലെ സ്ത്രീ വിരുദ്ധത മറച്ചുപിടിക്കാനുള്ള സമരാഭാസമാണ് ഇടതു മഹിളാ സംഘടനകൾ നടത്തുന്നതെന്നും ജെബി മേത്തർ കുറ്റപ്പെടുത്തി. സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിലാകെ അലയടിക്കുകയാണ്. വരുന്ന ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാകണം. അതിനായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഒരുമയോടെ പ്രവർത്തിക്കണമെന്നും ജെബി മേത്തർ ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ UDFന്റെ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന ആ ഒരു സ്വപ്നം, ജനങ്ങളെ ഈ ദുരിതത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹം, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വരാൻ പോകുന്ന ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും മാനസികമായി സജ്ജമാകുക എന്ന ഒരു തീരുമാനം കൂടിയാണ് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടത്. മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറിമാരായ M. പത്മഗിരീഷ്, KU അംബുജാക്ഷൻ, മഹിളാ കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ TD ഗീത ശിവദാസ്, PP ഇന്ദിരാദേവി, PP പാഞ്ചാലി, VK റഹമത്ത്, KA ഷീബ, ഉഷ പാലാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭിന്നശേഷി മേഖലയിലെ രാജ്യാന്തര സ്ഥാപനമായി വികസിച്ച ഇരിങ്ങാലക്കുട നിപ്മറിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കർമ്മസേന പുരസ്കാരം.
പകർച്ചേതര വ്യാധികളുടെ നിയന്ത്രണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് നിപ്മറിനെ UN പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ഇരിങ്ങാലക്കുടയിൽ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. നിപ്മർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനത്തെ തേടി പ്രവർത്തന മികവിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കർമ്മസേന പുരസ്കാരം എത്തിയിരിക്കുകയാണ്. പകർച്ചേതര വ്യാധികളുടെ മേഖലയിലും സഹായക സാങ്കേതിക വിദ്യാ മേഖലയിലും നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് നിപ്മറിനെ UN പുരസ്കാരത്തിന് അർഹമാക്കിയതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോക നിലവാരത്തിലുള്ള പുനരധിവാസ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി പ്രവർത്തിച്ചു വരുന്ന നിപ്മറിന് തുടർച്ചയായി ലഭിച്ചുവരുന്ന അംഗീകാരത്തിൽ ഒടുവിലത്തേതാണ് UN കർമ്മസേന പുരസ്കാരം. വെർച്വൽ റിയാലിറ്റി അധിഷ്ഠിത ചികിത്സ, അക്വാറ്റിക് തെറാപ്പി, അഡാപ്റ്റീവ് റിക്രിയേഷൻ സൗകര്യം, ഫീഡിംഗ് ഡിസോർഡർ ക്ലിനിക്ക്, കുട്ടികളിൽ ഏറ്റവുമധികം കണ്ടുവരുന്ന പെരുമാറ്റ പ്രശ്നമായ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പരിഹരിക്കാനുള്ള ADHD ക്ലിനിക്ക്, നട്ടെല്ലിന് ക്ഷതം, പക്ഷാഘാതം, ബ്രെയിൻ ഇഞ്ചുറി തുടങ്ങിയ അവസ്ഥകൾ നേരിടുന്നവർക്കായുള്ള സ്പൈനൽ കോഡ് ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ യൂണിറ്റ്, ഭിന്നശേഷിക്കാരായ യുവാക്കൾക്കുള്ള തൊഴിൽ പരിശീലന സംവിധാനം, ഭിന്നശേഷിക്കാർക്കായുള്ള പ്രത്യേക ഡെന്റൽ ക്ലിനിക്ക്, വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ഇടപെടുന്നതിനുമുള്ള സ്റ്റെപ്സ് പ്രോഗ്രാം എന്നിവ നിപ്മറിലെ പ്രത്യേക ആകർഷണങ്ങളായി കേരളത്തിനകത്തും പുറത്തും ഇതിനകം മാറിയിട്ടുണ്ട്. കേരള ആരോഗ്യ സർവകലാശാലയുടെ അംഗീകാരമുള്ള ബാച്ചുലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, കെയർ ഗിവേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നിവയും നിപ്മറിലെ പ്രത്യേകതകളാണ്. ഭിന്നശേഷി സഹായക ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സൗകര്യമുള്ളതാണ് നിപ്മറിലെ സെൻറ്റർ ഫോർ മൊബിലിറ്റി ആൻഡ് അസിറ്റീവ് ടെക്നോളജി. വിവിധ ഭിന്നശേഷിക്കാർക്കായി അന്താരാഷ്ട്ര നിലവാരത്തിന് അനുസൃതമായ ചികിത്സാ സേവനങ്ങളും കൗൺസിലിംഗ് സേവനങ്ങളും നൽകി വരുന്ന നിപ്മറിൻ്റെ സേവനങ്ങൾ കേരളത്തിനകത്തും പുറത്തും കൂടുതൽ ജനവിഭാഗങ്ങൾക്ക് ഉപയുക്തമാകാൻ അന്താരാഷ്ട്ര പുരസ്കാരം പ്രചോദനമാകുമെന്ന് മന്ത്രി പറഞ്ഞു. സെറിബ്രൽ പാൾസി, ഓട്ടിസം, ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായുള്ള പ്രത്യേക സ്പെഷ്യൽ സ്കൂളുകൾ, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, ഡെവലപ്മെൻ്റൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി എന്നിവയ്ക്കായുള്ള ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടെയുള്ള നിപ്മറിൻ്റെ പ്രവർത്തനങ്ങളെ ഇനിയും ലോകാംഗീകാരങ്ങൾ തേടിയെത്താൻ പുരസ്കാരം വഴിയൊരുക്കും. ഇനിയും ഉയരങ്ങളിലേക്ക് കേരളത്തിൻ്റെ ഈ അഭിമാന സ്ഥാപനത്തെ നയിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനങ്ങളിലാണ് സാമൂഹ്യനീതി വകുപ്പും കേരള സർക്കാരുമെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി മേഖലയിലെ സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അഥവാ നിപ്മർ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ കല്ലേറ്റിങ്കരയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പകർച്ചേതര വ്യാധികളുടെ മേഖലയിലുള്ള മികവാർന്ന പ്രവർത്തനങ്ങൾക്കാണ് ഈ പുരസ്കാരം നൽകി വരുന്നത്. ഈ വർഷം പ്രത്യേകമായി സഹായക സാങ്കേതിക വിദ്യ, അസിസ്റ്റീവ് ടെക്നോളജിയുടെ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിപ്മറിനെ UN പുരസ്കാരത്തിന് അർഹമാക്കിയിരിക്കുകയാണ്. സെപ്റ്റംബർ 25 ന്യൂയോർക്ക് സമയം 12 മണിക്ക് UN പൊതുസഭയുടെ 79ാം സമ്മേളനത്തിനനുബന്ധമായി കർമ്മസേന സൗഹൃദ യോഗത്തിലാണ് UN കർമ്മസേന പുരസ്കാരം സമർപ്പിക്കുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃത്താല മലമക്കാവിൽ നിർത്തിയിട്ട കാർ കത്തി നശിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ. കാർ ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃത്താല പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മലമക്കാവ് സ്വദേശി ജിതേഷാണ് അറസ്റ്റിലായത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് കാർ കത്തിച്ച സംഭവമുണ്ടായത്. തൃത്താല മലമക്കാവിൽ നിർത്തിയിട്ട കാറാണ് കത്തി നശിച്ചത്. കാറ് ഉടമയുടെ പരാതിയെ തുടർന്ന് തൃത്താല പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മലമക്കാവ് മുരുക്കുവളപ്പിൽ ജിതേഷ് അറസ്റ്റിലായത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയിലാണ് സംഭവം നടന്നത്. ശ്രീകൃഷ്ണപുരം സ്വദേശിയും അധ്യാപകനുമായ ഗിരീഷിന്റെ സ്വിഫ്റ്റ് കാറാണ് ജിതേഷ് അഗ്നിക്കിരയാക്കിയത്. ബന്ധുവിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു കാർ. പുലർച്ചെ തീ കത്തുന്നത് കണ്ട് വീട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
പാലക്കാട് നഗരത്തിൽ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന നിർഭയ കേന്ദ്രത്തിൽ നിന്നും 3 പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ അന്വേഷണം വിപുലമാക്കി പോലീസ്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, കുട്ടികൾ താമസിച്ചിരുന്ന സ്ഥാപനത്തിന് സമീപത്തെ കടകൾ, വീടുകൾ എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് നിർഭയ കേന്ദ്രത്തിൽ കഴിയുന്ന 17 വയസ്സുള്ള 2 പേരും 14-കാരിയും സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് മുറികളിൽ നിന്ന് പുറത്തു ചാടിയത്. കാണാതായ പെൺകുട്ടികളിൽ പോക്സോ അതിജീവിതയുമുണ്ട്. കുറച്ചു നാളുകളായി ഇവർ നിരന്തരം വീട്ടിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി നിർഭയ കേന്ദ്രം അധികൃതർ പറഞ്ഞു. കാണാതായ പെൺകുട്ടികൾ വീടുകളിൽ എത്തിയിട്ടില്ലെന്നും വ്യാപക തിരച്ചിൽ തുടരുന്നതായും ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് IPS പറഞ്ഞു. വിവിധ സംഘങ്ങളായിട്ട് പരിശോധന തുടങ്ങി. CCTVയിലും നമ്മുടെ ഫീൽഡിലെ ഇന്റലിജൻസും കളക്ട് ചെയ്ത് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം അവരെക്കുറിച്ചുള്ള പോയ സ്ഥലങ്ങളൊക്കെ എവിടേക്ക് പോകുന്നു, ഏത് ഭാഗത്തേക്ക് പോയ വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ നമ്മൾ 3 IP-മാരും 3 SIs അടക്കമുള്ള വിവിധ സംഘങ്ങളായിട്ട് ടീം സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഇപ്പോൾ റിവ്യൂ നടത്തിയതാണ്. അന്വേഷണത്തിന് പാലക്കാട് ടൗൺ സൗത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ 4 സംഘങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കാണാതായ പെൺകുട്ടികളുടെ സുഹൃത്തുക്കളുടെ വീടുകളിലും അന്വേഷിച്ചെങ്കിലും കുട്ടികളെ കണ്ടെത്താനായിട്ടില്ല. നേരത്തെ ചന്ദ്രനഗർ ലിമിറ്റിലെ ഉള്ള സഭാ സ്റ്റേഷൻ പരിധിയിൽ നിർഭയ ഹോമിലായിരുന്നു ഈ കുട്ടികൾ. അപ്പോൾ അവിടെ ഒരു 2 മാസം മുമ്പ് ഒരു 19 കുട്ടികൾ മാസമായിട്ട് മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ തന്നെ പോലീസ് ടീം അവിടെ എത്തിയിട്ട് ASP അടക്കമുള്ള സംഘം അവിടെ പോയി പുലർച്ചെ 2 മണി അടക്കം അവരെല്ലാം ട്രേസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതിനുശേഷം വീണ്ടും ആ മിസ്സിങ്ങിലെ ഈ 3 പെൺകുട്ടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 3 ദിവസം മുമ്പ് ഈ സെയിം പെൺകുട്ടികൾ നിർഭയ ഹോമിൽ മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ അപ്പം തന്നെ പോലീസ് ടീം പോയി രാത്രി മുഴുവൻ തെരച്ചിൽ നടത്തി ആ പെൺകുട്ടികളെ നമ്മൾ ട്രേസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പിന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഏൽപ്പിച്ചിരുന്നു. പിന്നെ അവർ സഹി സ്റ്റാഫ് സെൻറ്ററിൽ റീസെൻ്റായിട്ട് അവരെ മാറ്റിയതാണ്. പിന്നെ അവിടെ നിന്ന് ഇന്നലെ രാത്രി മിസ്സിംഗ് ആണ്. നമ്മൾ ടീമെല്ലാം നോക്കി വന്നത് പെട്ടെന്ന് പിടിക്കാനുള്ള ശ്രമിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ പഞ്ചായത്തിലെ തരിശിട്ട നെൽവയലുകൾ പ്രതീകാത്മകമായി പിടിച്ചെടുത്ത് കൊടി നാട്ടുമെന്ന് CPI. തരിശിട്ട വയലുകളിൽ അധികൃതരുടെ അനുമതിയോടെ കൃഷിയിറക്കാൻ പാർട്ടി തയ്യാറാകുമെന്ന് CPI പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം KV ബാബു വ്യക്തമാക്കി. കേരള കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണ് മണ്ണൂർ പഞ്ചായത്തിലെ തരിശുകിടക്കുന്ന നെൽവയലുകൾ പിടിച്ചെടുക്കുന്നതെന്ന് വാർത്താസമ്മേളനത്തിൽ KV ബാബു പറഞ്ഞു. തരിശിട്ട വയലുകളിൽ കൃഷിയിറക്കുക എന്നതാണ് ലക്ഷ്യം. BKMU കേരളത്തിലുടനീളം സമരരംഗത്തുണ്ട്. ഇതിന്റെ ഭാഗമായാണ് മണ്ണൂരിലും തരിശിട്ട വയലുകളിൽ കൃഷിയിറക്കാൻ തീരുമാനിച്ചത്. സമരം ഒരു വ്യക്തിക്കോ പാർട്ടിക്കോ എതിരല്ലെന്നും KV ബാബു പറഞ്ഞു. മണ്ണൂരിൽ കോഴിച്ചുണ്ട, കൈതക്കുളം പാടശേഖരങ്ങളിൽ ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ ഏക്കർ കണക്കിന് നെൽകൃഷി തരിശിട്ടിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയപ്പോൾ CPIയെയും LC സെക്രട്ടറിയെയും അധിക്ഷേപിക്കുകയാണുണ്ടായത്. CPI ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയെന്നും KV ബാബു പറഞ്ഞു. സംസ്ഥാനത്തുള്ള മുഴുവൻ തരിശുഭൂമിയിലും കൃഷിയിറക്കാനാണ് BKMU തീരുമാനം. വരും ദിവസങ്ങളിൽ സമരത്തിന്റെ ഭാഗമായി തരിശിട്ട നെൽപ്പാടങ്ങളിൽ കൊടികുത്തി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത് ചില മണ്ണൂർ പഞ്ചായത്തിലെ ചില വ്യക്തികൾ അല്ലെങ്കിൽ ലീഗിൻ്റെ നേതാവ് എന്ന് അവകാശപ്പെടുന്ന വ്യക്തിക്ക് കൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കേരളത്തിൻ്റെ BKMUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് കേരളത്തിലെയും പ്രത്യേകിച്ചും പാലക്കാടും അതുപോലെ തന്നെ മണ്ണൂർ പഞ്ചായത്തിലെയും തരിശിട്ട ഭൂമികളിൽ BKMUവിൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തി ആ സമരത്തിൽ BKMUവിൻ്റെ ചെങ്കൊടി സ്ഥാപിക്കണമെന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ വെച്ച് ലീഗുകാരനെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി, വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഖാവ് തങ്കപ്പൻ പത്രസമ്മേളനം നടത്തിയത് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെമ്പാടും പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ എന്ന പ്രദേശത്ത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാടശേഖര സമിതിയുടെ ഭൂമിയിൽ BKMUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ തന്നെ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറുമായിട്ട് സഖാവ് ചിറ്റയം ഗോപകുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ തരിശിട്ട ഭൂമിയിലേക്ക് മാർച്ച് നടത്തുകയും അവിടെ BKMUവിൻ്റെ കൊടി സ്ഥാപിക്കുന്ന ഒരു ഔപചാരികമായ സമ്മേളനം
അവിടെ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ ബാക്കി വരുന്ന 12 മണ്ഡലങ്ങളിലും ഇതുപോലുള്ള സമരങ്ങൾ നടത്താൻ വേണ്ടി BKM-ന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. നേതാക്കളായ തങ്കപ്പൻ, ജയകൃഷ്ണൻ, പി ബാബു, ഷൗക്കത്ത് അലി, KV ദാസൻ, PR രാജേഷ്, TK മണി, K പിഞ്ചു, K വാസുദേവൻ, സുരേഷ്, CP രാമകൃഷ്ണൻ, ജയേഷ്, മണികണ്ഠൻ, ശിവദാസൻ, രാമചന്ദ്രൻ, കാളിദാസൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി ആമയൂരിൽ KSRTC ബസ്സിടിച്ച് പ്രഭാത സവാരിക്കിറങ്ങിയ വയോധികന് ദാരുണാന്ത്യം. ആമയൂർ കമ്പനിപ്പറമ്പിൽ 65 വയസ്സുള്ള കുഞ്ഞനാണ് മരിച്ചത്. പട്ടാമ്പി കൊപ്പം പാതയിൽ ആമയൂരിലാണ് KSRTC ബസ്സിടിച്ച് പ്രഭാത സവാരിക്കിറങ്ങിയ വയോധികൻ മരിച്ചത്. ബുധനാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ആമയൂർ കമ്പനിപ്പറമ്പിൽ 65 വയസ്സുള്ള കുഞ്ഞനാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിൽ നിന്ന് വരികയായിരുന്ന ബസ്സാണ് വയോധികനെ ഇടിച്ചത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മകനെ വിദേശത്തേക്ക് യാത്രയയക്കാൻ പോയ പിതാവ് കാർ ഓടിക്കുന്നതിനിടെ ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരിച്ചു. റേഷൻ വ്യാപാരിയായ ദേശമംഗലം കറ്റുവട്ടൂർ താഴത്തെ വീട്ടിൽ 53 വയസ്സുള്ള മജീദാണ് കൊടകരയിൽ വെച്ച് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെയാണ് മകനെ വിദേശത്തേക്ക് യാത്രയാക്കാൻ മജീദും കുടുംബവും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചത്. യാത്രാമധ്യേ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ 5 മണിയോടെ മരണപ്പെട്ടു. ദേശമംഗലത്ത് റേഷൻ കട നടത്തി വരികയാണ് മരിച്ച മജീദ്. ഭാര്യ വഫ, മക്കൾ ഫസലു, ഫസീല, അബൂബക്കർ, മരുമകൻ മുഹമ്മദ് ഫയാസ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ ആറാണി യുണൈറ്റഡ് കമ്പനിക്ക് സമീപം ബൈക്ക് യാത്രക്കാരെ ഇടിച്ചിട്ട് കാർ നിർത്താതെ പോയി. പിറകെ വന്ന കാർ നിയന്ത്രണം തെറ്റി ചാലിലേക്ക് മറിഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ടാണ് അപകടം. അപകടത്തിൽ ആറാണി നെച്ചിക്കോട്ട് പറമ്പിൽ മനുവിനും കുടുംബത്തിനുമാണ് പരിക്കേറ്റത്. ആറാണി യുണൈറ്റഡ് കമ്പനിക്ക് സമീപത്തുള്ള പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച ശേഷം ആറാണി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിലേക്ക് കാർ വന്നിടിക്കുകയായിരുന്നു. ഇടിച്ച ശേഷം കാർ നിർത്താതെ പോയി. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിലുണ്ടായിരുന്ന മനുവും ഭാര്യയും 2 കുട്ടികളും റോഡിലേക്ക് തെറിച്ചു വീണു. ഇവരെ ഇടിക്കാതിരിക്കാൻ പിന്നിൽ വന്ന കാർ ബ്രേക്ക് ചെയ്തതും നിയന്ത്രണം തെറ്റി സമീപത്തെ ചാലിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ നഗരം കീഴടക്കി പുലിക്കൂട്ടം. ശക്തന്റെ നഗരിക്ക് ഓണാഘോഷത്തിൽ സുപ്രധാനമാണ് നാലോണ നാളിലെ പുലിക്കളി. വൈകിട്ട് 4 മണിയോടെ പുലിക്കൂട്ടം മടകളിൽ നിന്ന് ഇരമ്പിയാർത്ത് നഗരത്തിലെത്തി. 7 പുലിമടകളിൽ നിന്നാണ് പുലിക്കൂട്ടം സ്വരാജ് റൗണ്ടിലേക്ക് ഇരമ്പിയാർത്തെത്തിയത്. അരമണികിലേക്ക് കുടവയർ കുലുക്കിയെത്തിയ പുലികൾ നഗരത്തിൽ നിറഞ്ഞാടി. മുപ്പത്തിയൊന്ന് മുതൽ 51 വരെ അംഗങ്ങൾ ഓരോ സംഘത്തിലുമുണ്ടായിരുന്നു. കാത്തുവെച്ച സസ്പെൻസിന്റെ ചുരുളഴിച്ച് കരിമ്പുലികളും ചെമ്പുലികളും വരയൻ പുലികളും പുള്ളിപ്പുലികളും ഒപ്പം പെൺപുലികളും ശക്തന്റെ നഗരിയെ ത്രസിപ്പിച്ചു. രാവിലെ മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടായിരുന്നു. സുരക്ഷാ ചുമതലയ്ക്കായി 500-ലേറെ പോലീസുകാരെ വിന്യസിച്ചിരുന്നു. വൈകുന്നേരം 5 മണിയോടെ വിവിധ വഴികളിലൂടെ മടകളിൽ നിന്ന് സ്വരാജ് റൗണ്ടിലേക്ക് നീങ്ങിയ പുലിക്കൂട്ടങ്ങൾക്ക് നായ്ക്കനാലിലാണ് ഫ്ളാഗ് ഓഫ് ഒരുക്കിയത്. മുനിസിപ്പൽ ഓഫീസ് റോഡിലൂടെയും MG റോഡിലൂടെയും വടക്കേ ബസ് സ്റ്റാൻഡിലൂടെയും പുലിക്കളി സംഘങ്ങൾ നഗരത്തിൽ പ്രവേശിച്ചു. സ്വരാജ് റൗണ്ടിൽ തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കി ക്രമത്തിൽ ചുവടുവെച്ച് ചെണ്ടമേളത്തിൽ തൃശൂരിൻ്റെ സ്വന്തം പുലിയാട്ടം.
ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേറുപാടത്ത് ആവേശ വിത്തുപാകി ചിതലി കന്നുതെളി മത്സരം. ചിതലി കന്നുതെളി മതസൌഹാർദ്ദ കാർഷിക കൂട്ടായ്മയാണ് പെരിങ്ങുന്നത്ത് കന്നുതെളി മത്സരം സംഘടിപ്പിച്ചത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ കാള, പോത്തുപൂട്ട് മത്സരങ്ങൾ നടന്നു. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും കന്നുകളെ എത്തിച്ചത്. 40ഓളം ഉടമകളും കന്നുകളെ തെളിക്കാൻ 7 ജാക്കിമാരുമുണ്ടായിരുന്നു. ചിതലി പെരുങ്കുന്നത്തെ ചെളി നിറഞ്ഞ കണ്ടത്തിൽ കന്നുതെളി ആവേശം വിതച്ചു. രാവിലെ 9:30 ആരംഭിച്ച മത്സരത്തിന് പുലർച്ചെ മുതൽ തന്നെ വാഹനത്തിൽ ഉരുക്കളെത്തിയിരുന്നു. 1.5 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കാളകളും പോത്തുകളുമാണ് മത്സരത്തിനെത്തിയത്. തമിഴ്നാട് ഇനം കാങ്കേയം, കർണാടക ഇനം ഹല്ലിഗർ, നാടൻ ഇനത്തിൽപ്പെട്ട ജനുസുകൾ എന്നിവയാണ് കന്നുതെളിയിൽ മാറ്റുരച്ചത്. രാമകൃഷ്ണൻ സ്മാരക ഗ്രൗണ്ട് എന്നു പേരിട്ട കണ്ടത്തിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായിരുന്നു മത്സരം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗുരുവായൂർ ക്ഷേത്ര മേൽശാന്തിയായി വെള്ളർക്കാട് തോന്നലൂർ പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ആദ്യമായാണ് ഇദ്ദേഹം മേൽശാന്തിയാകുന്നത്. ഈ മാസം 30-ന് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ചുമതലയേൽക്കും. ഒക്ടോബർ 1 മുതൽ 6 മാസമാണ് കാലാവധി. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നിർധന കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി സേവാഭാരതി. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് തൊഴിൽ സൌകര്യമൊരുക്കി സ്വയം പര്യാപ്തരാക്കുന്ന സംരംഭത്തിനാണ് സേവാഭാരതി പെരിങ്ങോട്ടുകുറിശ്ശി യൂണിറ്റ് തുടക്കം കുറിച്ചിരിക്കുന്നത്. സംരംഭത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് പരുത്തിപ്പുള്ളി കോട്ടച്ചന്തയിലെ നിർധന ദമ്പതികൾക്ക് ലോട്ടറി ടിക്കറ്റ് വിറ്റ് ജീവിതമാർഗം കണ്ടെത്തുന്നതിനാവശ്യമായ സൗകര്യം സേവാഭാരതി ഒരുക്കിയിട്ടുണ്ട്. സ്വയം തൊഴിലിൽ ജീവിതമാർഗം കണ്ടെത്തണമെന്നും വരുമാനത്തിനനുസരിച്ച് ജീവിത ചെലവ് ക്രമീകരിക്കണമെന്നും കുടുംബത്തിന് ഇവർ നിർദ്ദേശം നൽകി. ഞങ്ങൾ പെരുങ്ങോട്ടുകുറിശ്ശി സേവാഭാരതിക്ക് ഇങ്ങനെ 2 കുടുംബങ്ങളെ സഹായിക്കാം. മറ്റുള്ള സുമനസ്സുകാരുടെ അതുകൊണ്ട് ഞങ്ങൾക്ക് 2 കുടുംബങ്ങൾക്ക് ഒരു ജീവിതമാർഗം കൊടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ ഞങ്ങൾക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം. നന്ദി. മറ്റൊരു കുടുംബത്തിന് തയ്യൽ മെഷീനും വിതരണം ചെയ്തു. സ്വയം തൊഴിൽ സഹായ വിതരണ ചടങ്ങിൽ സേവാഭാരതി പെരിങ്ങോട്ടുകുറിശ്ശി യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രിക ഗിരീഷ്, വൈസ് പ്രസിഡന്റ് പി ദേവദാസ്, സെക്രട്ടറി സി പാരിജാക്ഷൻ, ട്രഷറർ സി പ്രകാശൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പരമേശ്വരൻ, കെ സുകുമാർ, കെ രാജീവ്, ജിജി പ്രകാശ്, രാഘവൻ, സേവാഭാരതി ജില്ലാ മീഡിയ കോർഡിനേറ്റർ എൻ ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. സ്വയം തൊഴിലിന് സൗകര്യമൊരുക്കി തന്ന സേവാഭാരതി പ്രവർത്തകരെ കുടുംബം നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പരുത്തിപ്പുള്ളിയിൽ പാതയോരത്തെ കൂറ്റൻ ആൽമരം വീടിന് മുകളിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത് വയോധിക ദമ്പതികളുടെ സ്വസ്ഥത കെടുത്തുന്നു. അപകട ഭീഷണി ചൂണ്ടിക്കാട്ടി പലതവണ അധികാരികളെ സമീപിച്ചിട്ടും ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ഇവർ പറയുന്നു. പാതയോരത്തെ കൂറ്റൻ ആൽമരം വീടിനു മുകളിലേക്ക് ചെരിഞ്ഞതോടെ വയോധിക ദമ്പതികൾ ഭീതിയോടെയാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ചെറിയ കാറ്റടിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഭയമാണ്. കോട്ടായി പെരിങ്ങോട്ടുകുറിശ്ശി പ്രധാന പാതയിൽ പരുത്തിപ്പുള്ളിക്കടുത്ത് കോട്ടച്ചന്തയിൽ കൃഷ്ണൻകുട്ടി മാസ്റ്ററും ഭാര്യയും താമസിക്കുന്ന വീടിനു മുകളിലേക്കാണ് അപകട ഭീഷണിയായി പാതയോരത്തെ മരം ചെരിഞ്ഞു നിൽക്കുന്നത്. അപകട സാധ്യത ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കുൾപ്പെടെ ഇവർ പരാതി നൽകിയിരുന്നു. എന്നാൽ ഒരു മറുപടിയും ലഭിച്ചില്ലെന്നാണ് വിഷമത്തോടെ ഇവർ പറയുന്നത്. എന്തായാലും അതൊരു ഇടുങ്ങിയ പ്രദേശമായി മാറി. ഇനിയിപ്പോ കളക്ടർക്ക് ഇനിയിപ്പോ റിമൈൻഡർ കൊടുക്കണമെന്ന് അറിയില്ല. അതിനെപ്പറ്റി യാതൊരു റിപ്ലൈ കിട്ടിയിട്ടില്ല. അതാണ് അതിന്റെ വിഷമം. ഞങ്ങൾ മെയ് മാസം 27-ാം തീയതി കളക്ടർക്ക് പേര് കൊടുത്തു. അവര് ഇതിന്റെയൊക്കെ ഇതുണ്ടാകുന്ന സമയത്ത് വന്ന് നോക്കിയിട്ട് പോയതാണ്. പിന്നെ അതിനുശേഷം യാതൊരു ഇതുമില്ല. മരം മുറിച്ചു തരാം, മാറ്റി തരാന്നൊക്കെ പറഞ്ഞാണ്. കൊമ്പുകളൊക്കെ മുറിച്ചു തരാന്നൊക്കെ പറഞ്ഞു. ഒരു അപകടാവസ്ഥയിലാണ്. പിന്നെ ഈ വേസ്റ്റ് വന്നിട്ട് മരത്തിന്റെ എല്ലാ സമയത്തും ഇലയും കായും പൂവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പുണ്യനദിയായ ഗംഗ മനുഷ്യശ്രീ ആയിരുന്നെങ്കിലോ
അങ്ങനെയൊരു നൃത്താവിഷ്കാരം ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ മലയാളിയായ നർത്തകി മറീന ആന്റണി. പരമശിവനോടുള്ള പ്രണയവും വിരഹവേദനയും ഭക്തിയും ഒടുവിൽ ഭൂമിയിലേക്ക് പതിക്കുന്ന വേദനയും മനുഷ്യജീവിതത്തിന്റെ ക്യാൻവാസിൽ ജീവിതഗന്ധിയാക്കുകയാണ് നർത്തകി. ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാതൃഭാവം, പ്രണയത്തിൻ്റെ കാമുകീഭാവം, ദൈവികതയുടെ ഭക്തി, വിരഹവേദന അനുഭവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് മോക്ഷത്തിനായി സമർപ്പിതയായി ഒഴുകുന്ന ഗംഗ. സ്ത്രീകരുത്തിൻ്റെ കനലായി സാംസ്കാരിക നഗരിയുടെ ഓണനാളിൻ്റെ ആഘോഷങ്ങളെ സമ്പന്നമാക്കി അരങ്ങില ഗംഗ. യുവനർത്തകി മറീന ആന്റണിയാണ് ഗംഗ എന്ന നൃത്തരൂപം അരങ്ങിൽ എത്തിച്ചത്. തൃശൂർ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിനു മുന്നിലായിരുന്നു അവതരണം. മറീന ആന്റണിയുടെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള കേരളത്തിലെ വേദി കൂടിയായിരുന്നു തൃശ്ശൂരിലേത്. 3 വയസ്സുള്ളപ്പോൾ നൃത്തപഠനം തുടങ്ങിയതാണ് മറീന. പിന്നീട് കലോത്സവ വേദികളിൽ ഉൾപ്പെടെ തിളങ്ങി. അമേരിക്കയിലേക്ക് ചേക്കേറിയ നർത്തകി നൃത്തത്തെ കൈവിട്ടില്ല. ഒടുവിൽ സ്വന്തം നാട്ടിൽ ഭരതനാട്യത്തിൽ വ്യവസ്ഥാപിത ചുവടുകൾക്കും ഭാവങ്ങൾക്കും മുദ്രകൾക്കും ലളിതമായ രംഗഭാഷ്യമൊരുക്കിയായിരുന്നു ഗംഗയുടെ അവതരണ രീതി. പ്രമുഖ നൃത്തകലാകാരൻ RLV ആനന്ദ് ഒരുക്കിയ നൃത്ത സംവിധാനത്തിന് വരികൾ ചിട്ടപ്പെടുത്തിയത് രാജീവ് ആലുങ്കലാണ്. ഗുരുവായൂർ ഭാഗ്യലക്ഷ്മിയുടേതാണ് സംഗീതവും ആലാപനവും. മുരളി തയ്യിലാണ് വെളിച്ചവും അരങ്ങുമൊരുക്കിയത്. മറീന ആന്റണിയെ ഗംഗയാക്കിയ വസ്ത്രാലങ്കാരം സുന്ദർ മഹാളും മേക്കപ്പ് രാധു ലഷ് ലൈഫും നിർവഹിച്ചു. വിദേശ രാജ്യങ്ങളിലെ തിരക്കേറിയ നൃത്തകലാകാരിയായ മറീന ആന്റണി ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിലെ അരങ്ങിലെത്തുന്നത്. US സാംസ്കാരിക വേദിയായ മിത്രാസ് ആർട്സാണ് തൃശ്ശൂരിലെ ഗംഗയുടെ അവതരണത്തിന് വേദിയൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. മണ്ണൂരിൽ CPI ലോക്കൽ കമ്മിറ്റി വെളിയം ഭാർഗവൻ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം CPI ജില്ലാ കമ്മിറ്റി അംഗം KV ബാബു ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമ്മേളനത്തിൽ M ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തങ്കപ്പൻ സ്വാഗതവും ജയേഷ് നന്ദിയും പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, വർഗ ബഹുജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. അവകാശപ്പെടുന്ന ശ്രീമാൻ അമിത് ഷാ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെതിരെ വലിയ ശക്തമായ പോരാട്ടങ്ങൾ നമ്മൾക്ക് ഈ അവസരത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വട്ടേനാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1970-71 SSLC ബാച്ച് സഹപാഠികൾ വീണ്ടും സ്കൂളിൽ ഒത്തുചേർന്നു. സംഗമം സ്കൂൾ ഹെഡ് മാസ്റ്റർ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. വട്ടേനാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1970-71 SSLC ബാച്ചിലെ സഹപാഠികളാണ് സ്കൂളിൽ ഒത്തുകൂടിയത്. ഇതര സംസ്ഥാനങ്ങളിലും വിദേശത്തും ചേക്കേറിയ വ്യക്തിത്വങ്ങൾ ഇത്തവണ സംഗമത്തിന് എത്തിയിരുന്നു. നേരത്തെ സംഗമം ഹെഡ്മാസ്റ്റർ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. TM നാരായണൻ, കാസിം, ബഷീർ തട്ടത്താഴത്ത് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അരവിന്ദാക്ഷൻ, ഡോക്ടർ ദിവാകരൻ എന്നിവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. 50 കൊല്ലം പിന്നിട്ട ഈ സ്കൂൾ ബാച്ചിൻ്റെ സുവർണ സംഗമം 2022 നടന്ന് വട്ടേനാട് സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിരുന്നു. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. സനാതനധർമ്മങ്ങളുടെ ശോഷണമാണ് കലിയുഗത്തിൽ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതെന്ന് അഖില ഭാരതീയ നാരായണീയ സമിതി. മനുഷ്യകുലത്തിന്റെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ഭാഗവത നാരായണീയ മഹോത്സവം നടത്തുമെന്ന് സമിതി ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 22 മുതൽ 29 വരെ കൊല്ലങ്കോട്ടാണ്
ഭാഗവതോത്സവം സംഘടിപ്പിക്കുക. ജില്ലയിലെ 350 സമിതികളിൽ നിന്നായി 1000-ഓളം പേർ പങ്കെടുക്കും. വിവിധ മഠാധിപതിമാർ ധർമ്മസംസ്കാരത്തെക്കുറിച്ചും സനാതന മൂല്യങ്ങളെക്കുറിച്ചും പ്രഭാഷണം നടത്തും. നിത്യേന നാരായണീയ പാരായണത്തിന് പുറമെ ഹോമങ്ങൾ, പ്രത്യേക പൂജകൾ, സംഗീതോത്സവം, ഗോപികാ നൃത്തം എന്നിവയും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സെപ്റ്റംബർ മാസം 22-ാം തീയതി രാവിലെ 6 മണിക്ക് ഗണപതി ഹോമത്തോടു കൂടിയിട്ടാണ് പരിപാടി ആരംഭിക്കുന്നത്. അതിനുശേഷം അവിടെ താൽക്കാലികമായി പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങ് ഗുരുവായൂർ മുൻ മേൽശാന്തി ദേവദാസന ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടക്കും. 8 മണിക്ക് ശേഷം ധന്വന്തരി ഹോമം എന്നുള്ളൊരു പരിപാടി നടക്കണം. അത് പരിപാടിയുടെ ഒരു ഹൈലൈറ്റ് പരിപാടിയാണ്. കാരണം നാരായണീയ തൈലം എന്നുള്ളൊരു തൈലം ഈ വേദിയിൽ വെച്ച് ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അത് പ്രസാദമായിട്ട് അവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട്. ആ തൈലം ഉണ്ടാക്കുന്നത് ഡോക്ടർ കിരൺ ആനന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുവായൂർ മുൻ മേൽശാന്തി ആണ് ആ തൈലം ഉണ്ടാക്കുന്ന യജ്ഞത്തിൽ ഏർപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ 11 മണിക്കാണ് നമ്മുടെ ഉദ്ഘാടന സഭ നടക്കുന്നത്. മണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ, വൈസ് ചെയർമാൻ ഹരി മേനോൻ, പി സതീഷ് മേനോൻ, എ ശാന്തൻ മേനോൻ, AC ചന്താമരാക്ഷൻ, പി കണ്ണൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ മഞ്ഞക്കാട് റിംഗ് റോഡ് റെസിഡൻസ് അസോസിയേഷന്റെയും മാസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിനോദ മത്സരങ്ങളിൽ കുട്ടികളും മുതിർന്നവരും പങ്കെടുത്തു. സമാപന ചടങ്ങിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഓട്ടമത്സരം, ലെമൺ സ്പൂൺ റേസ്, ബോട്ടിൽ ഫില്ലിംഗ്, പാസിംഗ് ദ ബോൾ, മ്യൂസിക്കൽ ചെയർ, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, സ്ലോ സൈക്ലിംഗ്, ഉറിയടി തുടങ്ങിയ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത്. മത്സരത്തിൽ ആദ്യ 3 സ്ഥാനങ്ങൾ നേടിയവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഉറിയടിയിൽ 1-ാം സ്ഥാനക്കാരായ 2 പേർക്ക് അഡ്വക്കേറ്റ് പി സുധീർ സ്പോൺസർ ചെയ്ത ക്യാഷ് പ്രൈസും നൽകി. സമാപന യോഗത്തിൽ പ്രസിഡന്റ് വി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റുമാരായ ബി പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് PB കൃഷ്ണവേണി, കെ വ്യാസൻ, M അയ്യപ്പൻ, ജോയിന്റ് സെക്രട്ടറിമാരായ UK രാജേഷ്, സജ്ന, AP അബിദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അട്ടപ്പാടി അസിസി നിലയത്തിൽ വോയിസ് ഓഫ് വേൾഡ് ഫൗണ്ടേഷൻ സ്നേഹസംഗമവും ഓണവിരുന്നും സംഘടിപ്പിച്ചു. അഗളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അബ്ദുൽ ഖയ്യൂം ഉദ്ഘാടനം ചെയ്തു. വോയിസ് ഓഫ് വേൾഡ് നാഷണൽ ചെയർമാൻ മുഹമ്മദ് അൻസാരി അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോസ് ചെനിയറ മുഖ്യാതിഥിയായിരുന്നു. വോയിസ് ഓഫ് വേൾഡ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ റബ് മാസ്റ്റർ, അജി, ഹസീന തേങ്കുറിശി, സക്കീർ, ഷൈജു, സുബി, സിസ്റ്റർ റോസ്ലീമ എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീവിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഇടതു മഹിളാ സംഘടനകൾക്ക് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ധാർമ്മികമായ അവകാശമില്ലെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP. ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഇടതു മഹിളാ സംഘടനകൾ സ്വീകരിച്ച നിലപാട് സ്ത്രീ സമൂഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമെന്നും ജെബി മേത്തർ. പാലക്കാട്ട് മഹിളാ കോൺഗ്രസ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം. ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തന മികവിന് ഇരിങ്ങാലക്കുട നിപ്മറിനെ തേടി ഐക്യരാഷ്ട്ര സംഘടനയുടെ കർമ്മസേന പുരസ്കാരം. പകർച്ചേതര വ്യാധികളുടെ നിയന്ത്രണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് UN അംഗീകാരമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു. കേരളത്തിന്റെ അഭിമാന സ്ഥാപനത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനങ്ങളിലാണ് സർക്കാരെന്നും മന്ത്രി. പാലക്കാട് നഗരത്തിലെ നിർഭയ കേന്ദ്രത്തിൽ നിന്ന് 3 പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ അന്വേഷണം വിപുലമാക്കി പോലീസ്. നിർഭയ കേന്ദ്രത്തിൽ നിന്ന് സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് 3 പെൺകുട്ടികൾ പുറത്തുചാടിയത് തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ. കാണാതായ കുട്ടികളിൽ പോക്സോ അതിജീവിതയും. മണ്ണൂർ പഞ്ചായത്ത് പരിധിയിലെ തരിശിട്ട നെൽവയലുകൾ പിടിച്ചെടുത്ത് കൃഷിയിറക്കുമെന്ന CPI. സമരം കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലെന്ന നേതാക്കൾ. സമരം ഏതെങ്കിലും വ്യക്തിക്കോ പാർട്ടിക്കോ എതിരല്ലെന്നും വിശദീകരണം. തൃത്താല മലമക്കാവിൽ നിർത്തിയിട്ട കാർ കത്തിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കാർ ഉടമയുടെ പരാതിയിൽ തൃത്താല പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിടിയിലായത് മലമക്കാവ് സ്വദേശി ജിതേഷ്. കാർ കത്തിച്ചത് തിങ്കളാഴ്ച അർദ്ധരാത്രി. പട്ടാമ്പി ആമയൂരിൽ KSRTC ബസ് ഇടിച്ച് പ്രഭാത സവാരിക്കിറങ്ങിയ വയോധികന് ദാരുണാന്ത്യം. മരിച്ചത് ആമയൂർ കമ്പനിപ്പറമ്പിൽ കുഞ്ഞൻ. മകനെ വിദേശത്തേക്ക് യാത്രയയക്കാൻ പോയ പിതാവ് കാർ ഓടിക്കുന്നതിനിടെ ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരിച്ചു. ദേശമംഗലം കറ്റവട്ടൂർ സ്വദേശിയായ മജീദിന് ഹൃദയസ്തംഭനമുണ്ടായത് കൊടകരയിൽ വെച്ച്. നഗരം കീഴടക്കി പുലിക്കൂട്ടം. നാലോണനാളിൽ തൃശൂരിൽ ആവേശത്തിന്റെ പുലിക്കളി. പുലിമടകളിൽ നിന്ന് ഇരമ്പിയാർത്തെത്തി ശക്തന്റെ നഗരിയെ ത്രസിപ്പിച്ചത് 7 സംഘങ്ങൾ. ഇത്തവണയും പെൺപുലികളിറങ്ങി.
ചിതളിയിലെ ചേറുപാടത്ത് ആവേശത്തിന്റെ വിത്തെറിഞ്ഞ് മതസൌഹാർദ്ദ കാർഷിക കൂട്ടായ്മയുടെ കന്നുതെളി മത്സരം. പെരിങ്കുളം പൂട്ടുകണ്ടത്തിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്തത് 40-ലേറെ ടീമുകൾ. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും പങ്കാളിത്തം. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി വെള്ളറക്കാട് തോന്നല്ലൂർ പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ശ്രീജിത്ത് നമ്പൂതിരി മേൽശാന്തിയാകുന്നത് ഇതാദ്യം. 30-ന് അത്താഴപൂജയ്ക്ക് ശേഷം ചുമതലയേൽക്കും. കാലാവധി ഒക്ടോബർ 1 മുതൽ 6 മാസക്കാലം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.